ഇതൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും. ഇപ്പൊ 2-3 ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഫിഷിന്റെ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അച്ചാറുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയതൊക്കെ ഏകദേശം ഒക്കെ തീർന്നുണ്ട് കേട്ടോ. ഇനി നമ്മള് എല്ലാം കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പൊ 2-3 ദിവസത്തിന്റെ ഉള്ളിൽ ഇനി നമ്മൾ പുതിയത് ഐറ്റങ്ങൾ ഇറക്കും കേട്ടോ. ഇന്നിപ്പോ നമ്മള് ഒരു 2.5-3 കിലോന് ഫിഷ് ഉണ്ടാക്കാൻ പോവാ കേട്ടോ. ഫിഷ് അച്ചാർ ഉണ്ടാക്കാൻ പോവാ. അത് നമുക്ക് ഓർഡർ ഉള്ളതാണേ. അപ്പം അതുകൊണ്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, വരൂ, വായോ. അപ്പൊ നമുക്ക് ഗ്യാസ് എത്തിക്കാം കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് എണ്ണ ഒഴിക്കാം കേട്ടോ. മീന് വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ. അപ്പൊ എണ്ണ ചൂടായിട്ട് കടുക് ഇടാൻ പോവാണ്. കടുക് പൊട്ടട്ടോ. അപ്പൊ കടുക് പൊട്ടി ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടണം. നല്ലോണം ചുവന്ന് ഇങ്ങനെ വരണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇടും. പച്ചമുളക് ഇപ്പൊ വേണമെങ്കിൽ ഇടാട്ടോ, കുഴപ്പമൊന്നുമില്ല, ഇടാല്ലേ. നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ടു. ഇനി അതും കൂടെ 3ഉം കൂടെ ഇങ്ങനെ നല്ലോണം മൂക്കട്ടെട്ടാ. ഇനി കറിവേപ്പിൻ്റെ ഇല ഇടാട്ടോ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂക്കട്ടെട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലേ? ഞാനൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. മോനൊക്കെ കഴിച്ചേ. ഞങ്ങൾക്ക് ഇന്നലെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതും നല്ലോണം മൂത്ത് വന്നിട്ട് കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ നല്ല മൂക്കണം കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളേ. നല്ലോണം മൂത്തിട്ട് വരണം കേട്ടോ. അപ്പൊ മൂത്ത് വന്നു. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ഇടുകയാണ് കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടോ. ഇനി ഓൾറെഡി ഞാൻ വറുത്തപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ കുറച്ചിട്ടാൽ മതി കേട്ടോ. മഞ്ഞപ്പൊടി കൂടണ്ട. 1 സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഇട്ടാൽ മതിയേ. ഇതിന്റെ ഇതൊന്ന് മാറട്ടോ. നമ്മളിതിലേക്ക് ഉപ്പിടുകയാണ് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. കാരണം നമ്മൾ വറുത്തപ്പോൾ ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ വിനാഗിരി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ വിനാഗിരി ഒഴിച്ചു. അപ്പൊ നമ്മള് ഇതാട്ടോ വറുത്തത്. ഇത് 2.5-3 കിലോ വാങ്ങിയതാട്ടോ. പക്ഷെ വറുത്ത് കഴിഞ്ഞപ്പോ നമുക്ക് 2.5 കിലോനായി ഉണ്ടാവും കേട്ടോ. 2.25 കിലോ ഉണ്ടാവും. നമ്മള് അടുത്ത സ്റ്റെപ്പ് ഇത് ഇടുകയാണ് കേട്ടോ. നമ്മള് വറുത്ത് വെച്ച മീൻ ഇടുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കായവും ഉലുവയും പൊടിച്ചത് ഇടുകയാണ് കേട്ടോ. കായും ഉലുവയും കൂടെ പൊടിച്ചതാണ്. ഉലുവയും കായും നമ്മളിട്ടേ. ഇനി ഇതിലേക്ക് കുരുമുളക് ഇടണം കേട്ടോ. കുരുമുളക് പൊടിയാണേ. നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ എരിവ്. ഫിഷിലൊക്കെ നല്ലോണം എരിവാണ്. അല്ലെങ്കിലും ഇവിടെയൊക്കെ എരിവ് നല്ലോണം വേണം കേട്ടോ. ഇപ്പൊ കണ്ടോ നമ്മളെ ഫിഷ് അച്ചാർ സൂപ്പർ അല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ കൂട്ടുകാരെ ഇതാകുന്നു നമ്മളെ മീനച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണേ, കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് പറയണം കേട്ടോ, കമന്റ് ഇടണേ. പിന്നെ 2-3 വീഡിയോ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്തിട്ടില്ലേ? എഡിറ്റ് ചെയ്തിട്ട് ഇടണം കേട്ടോ യൂട്യൂബില്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ഇടണം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.